Okay, all of you mark the attendance. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ക്വസ്റ്റ്യൻസ് പറയാനുണ്ട് അല്ലേ? മാർക്ക് ചെയ്ത് തന്നില്ലല്ലോ മൂന്നാമത്തെ ലെസന്റെ. ഓക്കെ, കേട്ടാൽ ആർക്കും അതിശയം തോന്നും, അതല്ലേ? ഏത് കാര്യമാണ് കേട്ടാൽ ആർക്കും അതിശയം തോന്നും? ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും സ്വന്തമായ ഒരു വീട് പോലും ഉണ്ടായില്ല. ഓക്കെ, ജനിക്കുമ്പോൾ എന്തായാലും സ്വന്തമായി വീടുണ്ടാവില്ല കേട്ടോ. മരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് സ്വന്തമായ ഒരു വീടുണ്ടായിരുന്നില്ല. എങ്ങനെയാ എഴുതേണ്ടത് അറിയോ ആൻസർ? ദരിദ്രനായി മരിച്ചു, ദരിദ്രനായി പിറന്നു. ഓക്കെ, അത് മാർക്ക് ചെയ്ത് വെച്ചോ. കണ്ടോ നിങ്ങള് പേജ് നമ്പർ 12 ലാസ്റ്റ് പാരഗ്രാഫില് ക്വസ്റ്റ്യൻ ആൻസർ ഇന്ന് തന്നെ നിങ്ങള് നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഓക്കെ, എന്താണ് ഏതാണ് ജുവന? അത് തന്നെ ഞാൻ പറയുന്നത്. അല്ല ഫസ്റ്റ് ഡേ പറഞ്ഞല്ലേ ചോദിച്ചേ. അപ്പൊ 12ാമത്തത് പേജ് നമ്പർ 12 ലാസ്റ്റ് പാരഗ്രാഫ് കണ്ടോ നിങ്ങള്? ദരിദ്രനായി പിറന്നു. ദരിദ്രൻ അറിയപ്പെടുത്തിയോ? ഞാനൊന്ന് പെൻ എടുത്തിട്ട് വരാം. ഓക്കെ, എടുത്തിട്ട് വാ. ഓക്കെ, അത് ഏതാ മാർക്ക് ചെയ്യണമെന്ന് അറിയോ? ദരിദ്രനായി എങ്ങനെ എഴുതണമെന്ന് അറിയോ? നിങ്ങൾ ആൻസർ എഴുതുമ്പോ മക്കള് 7th സ്റ്റാൻഡേർഡിൽ എത്തി ആൻസർ ക്വസ്റ്റ്യന് തന്നെ ആൻസർ ചെയ്യണം. എങ്ങനെയാണെന്നറിയോ? അതിപ്പോ പേജ് നമ്പർ 12 ലാസ്റ്റ് പാരഗ്രാഫിലാണ് അതിന്റെ ആൻസർ ഉള്ളത് അല്ലെ? എങ്ങനെയാ എഴുതേണ്ടത്? ദരിദ്രനായി പിറന്നു, ദരിദ്രനായി മരിച്ചു. ഈ ജീവിതത്തിനിടയിൽ അദ്ദേഹം ഉത്തർപ്രദേശിൽ മന്ത്രിയായിരുന്നിട്ടുണ്ട്, കേന്ദ്രത്തിൽ റെയിൽവേ മന്ത്രിയായിരുന്നിട്ടുണ്ട്, പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം വരെ അലങ്കരിച്ചു. എന്നിട്ട് എന്ത് എഴുതണം? പക്ഷെ കേട്ടാൽ ആർക്കും അതിശയം തോന്നുന്നു അതിന്റെ ഇടയിൽ എഴുതണ്ട നിങ്ങള്. എന്നിട്ട് എന്താ എഴുതണ്ടേ? എന്നിരുന്നാലും മരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് സ്വന്തമായി ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടാൽ ആർക്കും അതിശയം തോന്നുന്ന കാര്യം അല്ലെ? അങ്ങനെയല്ലേ ആൻസർ ചെയ്യണ്ടേ? അത് ഏകദേശം നിങ്ങൾക്ക് ഇപ്പൊ പിടികിട്ടിയിട്ടുണ്ടാവും അല്ലെ? ഇനി ശ്രീവിഷ്ണു മനസ്സിലായില്ലേ? പേന എടുത്തില്ലേ? ഓക്കെ, ഞാൻ പറയാ എങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതണം. എന്നിട്ട് ആൻസർ എങ്ങനെയാ എഴുതേണ്ടതെന്ന് അറിയോ? ദരിദ്രനായി പിറന്നു, ദരിദ്രനായി മരിച്ചു. ഈ ജീവിതത്തിനിടയ്ക്ക് ഉത്തർപ്രദേശിൽ മന്ത്രിയായിരുന്നിട്ടുണ്ട്, കേന്ദ്രത്തിൽ റെയിൽവേ മന്ത്രിയായിരുന്നിട്ടുണ്ട്, പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വരെ അലങ്കരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഭവനം പോലും ഉണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടാൽ ആർക്കും അതിശയം തോന്നുന്ന കാര്യം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നത്. അത് ഇപ്പൊ എഴുതാൻ നിൽക്കണ്ട, മനസ്സിലായില്ലേ? സംഭവം പിടികിട്ടിയോ? ക്വസ്റ്റ്യന് തന്നെ ആൻസർ ചെയ്യണം, അത്രേ ഉള്ളൂ. നിങ്ങൾ അതേപോലെ എഴുതി വെക്കരുത്. ഒരു ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് എഴുതണം എന്നാണ് മിസ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലാൽ ബഹദൂറിന്റെ രാജ്യാഭിമാനത്തെ ഉണർത്തിയത് ആരൊക്കെയായിരുന്നു? ഗാന്ധിജി. ഓക്കെ, വെരി ഗുഡ്. ഗാന്ധിജിയും ബാലഗംഗാധര തിലകനുമാണ്. അതെവിടെയാന്ന് കണ്ടോ? പേജ് നമ്പർ 13 ലാസ്റ്റ് പാരഗ്രാഫില് അതിൽ അതേപോലെയല്ല ഉള്ളത് കേട്ടോ. അത് നിങ്ങൾ എഴുതണം. എങ്ങനെ? ഗാന്ധിജിയും ബാലഗംഗാധര തിലകനുമാണ് ആരുടെ? ലാൽ ബഹദൂറിന്റെ രാജ്യാഭിമാനത്തെ ഉണർത്തിയവർ. ഓക്കെ, ക്ലിയർ? ഒന്നുകൂടി പറയുമോ? ഗാന്ധിജിയും ബാലഗംഗാധര തിലകനുമാണ് എഴുതിയോ? ലാൽ ബഹദൂറിന്റെ രാജ്യാഭിമാനത്തെ ഉണർത്തിയത്. ഓക്കെ, നിങ്ങൾ ഇപ്പം ചെറുങ്ങനെ അവിടെ ഇങ്ങനെ നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. ഇത് ഗാന്ധിജിയും ബാലഗംഗാധര തിലകനും. എന്നിട്ട് ക്വസ്റ്റ്യനോട് കൂടി ബന്ധപ്പെടുത്തി എഴുതുന്നു, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് മൂന്നാമത്തെ എന്താ? ശാസ്ത്രി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും ഒരു സത്രം പോലെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭവനം. ഇങ്ങനെ പറയാൻ കാരണം എന്താ അതിന്റെ ആൻസർ മക്കളെ? ദരിദ്രരായും പാവപ്പെട്ടവരായ ആൾക്കാര് അവിടെ വന്നായിരുന്നു. അതെവിടെയാന്ന് കണ്ടോ നിങ്ങള്? മക്കള് കണ്ടോ? പേജ് നമ്പർ 14 അല്ലെ? ലാസ്റ്റ് നമ്മുടെ പാഠത്തിന്റെ എൻഡിങ് അല്ലെ? എന്താണ്? കീറിപ്പൊളിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച്
അവശന്മാരും ആർത്തന്മാരുമായ ദരിദ്ര നാരായണന്മാർ സ്വച്ഛന്തം ആ വസതിയിൽ വരികയും പോവുകയും ചെയ്തു അല്ലെ. തങ്ങളുടെ കഷ്ടപ്പാടുകൾ പ്രധാനമന്ത്രിയെ പറഞ്ഞു കേൾപ്പിക്കാൻ, പട്ടിണിപ്പാവങ്ങളായ അവരുടെ പരാതികൾ നേരിട്ട് കേൾക്കുവാനും കഴിയുന്നത്ര അവരെ സാന്ത്വനപ്പെടുത്തുവാനുമാണ് ആ മഹാനുഭാവൻ ശ്രമിച്ചത്. ഇതൊക്കെ കൊണ്ടായിരുന്നു എന്ത്, ശാസ്ത്രി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും ഒരു സത്രം പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭവനം എന്ന് പറയുന്നത് അല്ലേ. ഇതല്ലേ ആൻസർ. ആ ലാസ്റ്റ് പാരഗ്രാഫ് കണ്ടോ ജുവാന? എന്താണ് ഇതിന്റെ ഇടയിൽ ചാറ്റിംഗ് ആയിട്ട് നടന്നോ? എഴുതുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ശാസ്ത്രി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും ഒരു സത്രം പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭവനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് അതാണ് എഴുതേണ്ടത്, ആ ലാസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ ആണോ എല്ലാവർക്കും? യെസ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ഇന്ന് തന്നെ എഴുതിയിട്ട് ഒന്ന് ഫോട്ടോ സെൻഡ് ചെയ്ത് തരണം എല്ലാവരും കേട്ടോ. അതുപോലെ നിങ്ങൾ അർത്ഥവും ബാക്കിയുള്ള വർക്കുകളെല്ലാം എഴുതിയോ ജസ്റ്റിസ്? ഫൈനല് അത് മനസ്സിലായി. ക്ലിയർ ആയില്ലായിരുന്നു. ഒന്നുകൂടി പറയാ. ആ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണെന്ന് അറിയോ മോനെ? ലാസ്റ്റ് പാരഗ്രാഫില്. അതിന് വലിയ മാറ്റമൊന്നും വരുത്താനില്ല. അത് എഴുതിയിട്ട് ആ ക്വസ്റ്റ്യനോട് ബന്ധപ്പെടുത്തി എഴുതിയാ മതി കേട്ടോ. എൻഡിങ് എവിടെയാണ്? സ്റ്റാർട്ടിങ് എഴുതി, പക്ഷെ എൻഡിങ് എവിടെയാ? അത് മുഴുവൻ എഴുതണം ആ പാരഗ്രാഫ്. ഓക്കെ. ഇനി അനുബന്ധ പ്രവർത്തനങ്ങൾ എന്ത്? മഹാന്മാരുടെ ജീവചരിത്ര കൃതികൾ തേടി പിടിച്ച് വായിക്കുക. നെക്സ്റ്റ്, മഹാന്മാരുടെ ബാല്യകാലാനുഭവങ്ങൾ ശേഖരിക്കുക. എന്താണ് കുറെ പേർക്ക് ചിരിയൊക്കെ വരുന്നത്? ഇവിടെയൊന്നും അല്ലേ ആള്? ഓക്കെ. മഹാന്മാരുടെ ബാല്യകാലാനുഭവങ്ങൾ ശേഖരിക്കുക. അപ്പൊ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം കേട്ടോ. ഇതൊക്കെ നമ്മുടെ വർക്കാണ് അനുബന്ധ പ്രവർത്തനങ്ങളിൽ. അപ്പൊ ഇത്രയാണ് ആ പാഠഭാഗമുള്ളത്, ലാൽ ബഹദൂർ ശാസ്ത്രി. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? അടുത്ത ലെസണിലേക്ക് പോയിക്കോട്ടെ. യെസ്. ഓക്കെ. അപ്പൊ നാലാമത്തെ പാഠാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. എന്താണ് പേര്? ഒന്ന് വായിച്ചു നോക്കിയേ. പൂക്കാരി. പൂക്കാരി എന്നാണ് ലെസന്റെ പേര് അല്ലെ. ആരുടേതാണെന്ന് അറിയോ അത്? ആ പോയം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേതാണ് നമുക്കിത് പഠിക്കാനുള്ള പോയം അല്ലെ. ചങ്ങമ്പുഴയെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ എന്തെങ്കിലും? ആരാ ചങ്ങമ്പുഴ? മലയാളി ഗാനഗന്ധർവൻ. മലയാളത്തിലെ ഗാനഗന്ധർവൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അല്ലെ. മലയാളത്തിലെ ഗാനഗന്ധർവൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു പോയം പഠിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അല്ലേ? 6. ഓക്കെ. എന്താണ്, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കഴിഞ്ഞ വർഷം നമ്മൾ ഇദ്ദേഹത്തിന്റെ ഒരു പോയം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷം ഉള്ള കുട്ടികളാണ്, ഡെൽവിൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ കുട്ടികളും. ഡെൽവിനും ഏതായിരുന്നു? ഡെൽവിൻ ഹോളി ഫെയ്ത്ത് ആയിരിക്കും അല്ലെ? ഡെൽവിൻ ഹോളി ഫെയ്ത്തിനല്ലേ ഡെൽവിനും പഠിച്ചത്? ഇതേ ബുക്ക് തന്നെയല്ലേ? അല്ല, കേരള സിലബസ്. കേരള സിലബസ് ആണ് അല്ലെ. അവിടെ 5ാം ക്ലാസ് വരെ ഉള്ളൂ അല്ലെ സെന്റ് ജോസഫില് ഹോളി ഫെയ്ത്ത്. അപ്പൊ ഈ സിലബസ് അല്ല ഡെൽവിൻ പഠിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷത്തെ ബുക്ക് ജസ്റ്റിസ് ഒന്ന് ആലോചിക്കുക. ഏതൻ തോട്ടാണ് മിസ്സേ? അല്ല. ആദ്യത്തെ പാടാ? അരയന്നത്തിനതുമല്ല, ചങ്ങമ്പുഴയുടെ. അപ്പൊ ഞാൻ ചങ്ങമ്പുഴയെ പറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ ന്യൂ ജനറേഷനെ കുറിച്ചും മറ്റേ 2 കിളികളുടെ ഒരു അതിന്റെ പേര് കിട്ടുന്നില്ല, അതാണോ ചങ്ങാലിപ്രാവാണ്. മഞ്ഞക്കിളി 5ാം ക്ലാസ്സിന് പഠിച്ചതാണ്. അല്ല 6ാം ക്ലാസ് അല്ലേ? മഞ്ഞക്കിളിയാണോ? 5ാം ക്ലാസ്സിലല്ലേ മഞ്ഞക്കിളി? നിങ്ങൾക്ക് പാഠത്തിന്റെ പേരറിയില്ലെങ്കിലും ഒന്ന് ആ പാട്ട് ചൊല്ലി കേൾപ്പിച്ചാൽ മതിയെന്ന്. അതാണോ? അല്ല. അത് പറയുന്നത് ഉണ്ണിയാർച്ചയല്ലേ?
അവൻ പറയുന്നത് പാട്ടാണോ? നല്ല ഈണത്തിലുള്ള പാട്ട്. ചങ്ങമ്പുഴയെ ഞാൻ പറഞ്ഞു. മിസ്സേ പാടത്തിന്റെ പേരൊന്ന് പറഞ്ഞു. ഇല്ല, മിസ് ഉണ്ണിയാച്ചയുടെ അഞ്ഞൊരുക്കം. ഒരു ഗ്രാമരംഗം. ഇതിന്റെ പേര് കിട്ടി. ചങ്ങമ്പുഴ. ആരാണ് പറഞ്ഞത്? വസുദേവാണോ? വെരി ഗുഡ്, വെരി ഗുഡ്. വസുദേവാണ് പറഞ്ഞത്. ബുക്ക് നോക്കിയതാണോ സംശയമുണ്ട്. കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഓഫ് ആക്കിയിട്ടുള്ളത് ആള്. പക്ഷെ എന്നാലും വെരി ഗുഡ് വസുദേവ്, സൂപ്പർ. വസുദേവ് എങ്കിലും സുമാമിസ് പഠിപ്പിച്ച ആ പാഠം ഒന്ന് ഓർമ്മിച്ചുവല്ലോ. അതെ അല്ലെ. ഒരു ഗ്രാമരംഗം എന്ന ഒരു പോയാണ് നമ്മൾ പഠിച്ചത്. എവിടുന്ന് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുക പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ചങ്ങമ്പുഴയുടെ വളരെ പ്രശസ്തമായ വരികളാണ്. ഞാൻ അന്നേരം പഴയ തലമുറയെ കുറിച്ചും പുതിയ തലമുറയെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ന്യൂ ജനറേഷൻ പാട്ട് ഞാനും ചങ്ങമ്പുഴയുടെ രമണനാണ്. നമ്മളതല്ല പഠിച്ചത്. ആ ഒരു കാര്യം ഞാൻ അവിടെ നല്ലത് വൃത്തി പഠിപ്പിച്ചു നിങ്ങൾക്ക് തന്നു. ന്യൂ ജനറേഷനിൽ എന്ത് പറയും? ഡാഡി മമ്മി വീട്ടിലില്ല. ചില പാടത്തിന്റെ എന്നിട്ട് പോലും നിങ്ങൾക്ക് ഓർമ്മയില്ല. ഞാൻ എന്തിനാ നിങ്ങളെ ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നത്. ആ പാട്ടിന്റെ പേരെന്തായിരുന്നു? പാട്ടിലെ കവിതയോ? ജസ്റ്റസ് വീഡിയോ ഓഫാക്കി റേഡിയോ പോയിട്ടുണ്ട്. അപ്പൊ ഒരു ഗ്രാമരംഗം എന്ന പാഠത്തിന് പേര് മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മലതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരേറ്റൊരാലസൽ ഗ്രാമഭംഗി. അവിടെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്നു. പാട്ട് പോലെ പുറത്തു വീട്. എന്റെ കയ്യില് ബുക്കും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഓർമ്മയിലാണ് പാടുന്നത്. എന്റെ കയ്യിൽ 7ാം ക്ലാസ്സിന്റെ ആ ബുക്ക് മാത്രമേ എന്റെ കയ്യിൽ. തപ്പിപ്പിടിച്ചിട്ടും കിട്ടിയില്ല. അങ്ങനത്തെ പാട്ടുണ്ട് ജസ്റ്റസ്. ഉണ്ട്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി. എനിക്ക് എല്ലാ പാടത്തിന്റെ ഏകദേശം ഓർമ്മയുണ്ടോ? ഏകദേശം ജസ്റ്റസ് തപ്പിപ്പിടിച്ചിട്ട് കിട്ടിയില്ല. എവിടെയാണെന്ന് പോലും ഓർമ്മയില്ല. ചങ്ങമ്പുഴയുടെ ഒരു ഗ്രാമരംഗം എന്ന കവിതയാണ് നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയും കാര്യം ഞാൻ ഇവിടെ വാദോരാതെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടായോ? ഇല്ലല്ലോ. നിങ്ങൾ ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നാണ് അർത്ഥം അല്ലേ? നമ്മൾ ഒരു സംഭവം പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡിഗ്രിക്ക് പഠിച്ച കാലം അല്ലെങ്കിൽ ഞാൻ MA പഠിച്ച കാലം വർഷങ്ങൾക്ക് മുൻപാണ്. എന്നിരുന്നാലും എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് പല കാര്യങ്ങളും പഠിച്ചത്. മലയാളത്തിൽ മാത്രമല്ല, ഇംഗ്ലീഷിലും എല്ലാ സബ്ജക്റ്റിലും. ഞാൻ ആദ്യം ഈ വർഷം നമ്മുടെ 6ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം നമ്മുടെ പുസ്തകമല്ല വേറൊരു പുസ്തകത്തിൽ ആദ്യം നമ്മളൊരു പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അതൊക്കെ? ഞാൻ പഠിച്ച പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു ഭയം നമ്മൾ പോയ വെറുതെ പഠിച്ചിട്ടുണ്ട്. ആ 1ാമത്തെ പാഠം പ്രഭാതഗീതം. അത് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പോയം പഠിച്ചിട്ടുണ്ട്. നമ്മൾ MA പഠിച്ചാണ് പണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഇല്ല. ആ ഒരു പുസ്തകം ആയിരുന്നില്ല നമുക്ക് പിന്നെ പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ മാസ്റ്റർ MA പഠിച്ച കാര്യങ്ങളായിരുന്നു നിങ്ങൾക്കന്ന് അവിടെ ആ ഒരു പുസ്തകത്തിൽ വന്നത്. അത്ര പോലും നമുക്കിത് ഓർമ്മയുണ്ട്. ഓരോ ടീച്ചേഴ്സിനെ പോലും ഓർമ്മയുണ്ട്. അവര് ചൊല്ലിത്തുന്ന ഭാഗങ്ങളും. അത് ഞാൻ എടുത്ത സബ്ജക്റ്റ് മാത്രമല്ല. ഞാൻ ഇപ്പൊ മലയാളം എടുത്തോണ്ടാന്ന് പറയും നിങ്ങൾ. അല്ല, ഇംഗ്ലീഷ് വരെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുന്ന കാര്യങ്ങള് വെറുതെ തള്ളിക്കളയാനല്ല, ഇങ്ങനെ പല ഉപയോഗങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ പാടുന്നില്ലേ? അതെല്ലാം മലരണിക്കാടുകളൊക്കെ ഞാൻ പഠിച്ചതാണ്. ഞാൻ 8ലും 9ലൊക്കെ പഠിച്ചതാണ് ഞാൻ മലരണിക്കാടുകൾ. മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. അതാണ് നമ്മൾ പഠിച്ച പോയം. ഓക്കെ, ചങ്ങമ്പുഴയുടേത്. ആ സമയത്ത് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്?
ചങ്ങമ്പുഴയുടെ രമണനിലെ കുറച്ച് വരികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. അല്ലേ? ഞാൻ പറഞ്ഞു അന്നത്തെ കാമുകി കാമുകന്മാർ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത്. എന്നിട്ടും നിങ്ങൾ ഓർത്തില്ല. പക്ഷെ നിങ്ങൾ അതുകൊണ്ട് വലിയ കുഴപ്പക്കാരല്ലാന്ന് തോന്നി അല്ലേ? പക്ഷെ ഞാനത് എനിക്ക് അറിയായിരുന്നു, ഞാൻ പിന്നെ പ്രാങ്ക് ചെയ്താ അറിയത്തില്ല പറഞ്ഞിട്ട്. അതെ, അത് മനസ്സിലായി. ഓക്കെ, അത് കിട്ടിയ പറഞ്ഞാ മതി കേട്ടാ. വേറെ ഒന്നും പറയില്ലായിരുന്നല്ലേ? മനസ്സിലായി അത് തള്ളാണെന്ന്. അപ്പൊ എന്ത് പറയുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാ? ഇതിനാണ് ചില എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഓർത്ത് വെക്കാൻ വേണ്ടി. എന്നിട്ട് ഞാൻ മാത്രമേ സ്കൂളിലതോ അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞു എന്ത്, അന്നത്തെ പഴയ കാമുകന്മാർ അങ്ങനെയായിരുന്നു, പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. എന്ത്, ഡാഡി മമ്മി വീട്ടിലില്ല എന്നുള്ളൊരു പാട്ട് ഞാൻ പാടി, വിളയാടാൻ വാവാതെ മറ്റൊരു പാട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലെ? പക്ഷെ അതാണ് ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ നല്ല കുട്ടികളാണ്, നിങ്ങൾ ആ വഴിക്കൊന്നും പോകില്ല, അച്ഛനമ്മമാർ പറയുന്നതിനപ്പുറം തെറ്റിലേക്കൊന്നും പോകില്ല എന്ന് മിസ്സിന് നല്ലപോലെ അറിയാട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? നിങ്ങളെല്ലാരും ഗുഡ് ബോയ് ഗുഡ് ഗേൾ എല്ലാം ഒക്കെ ആണെന്ന് എനിക്കറിയാം. അപ്പൊ ചങ്ങമ്പുഴയുടെ അങ്ങനെയുള്ള ആ ചങ്ങമ്പുഴയുടെ പിന്നെ പൂക്കാരി എന്ന കവിതയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അല്ലേ? അപ്പൊ 7th സ്റ്റാൻഡേർഡ് പഠിച്ചതും ഇനി 5th സ്റ്റാൻഡേർഡ് എന്താടാ അല്ല നമ്മളെ ക്ലാസ്സിൽ എല്ലാം എടുത്തിട്ടില്ലേ? 7ാം ക്ലാസ്സിലായിട്ടില്ലേ? ഇട്ടു അല്ല റെഡിക്ക് കണക്കിന്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം അല്ലെ? ചങ്ങമ്പുഴനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. എന്ത്, മലയാളത്തിലെ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന മഹാകവി. ഇനിയെങ്കിലും മറന്ന ഞാൻ അടിക്കും ഞാൻ അടുത്ത വർഷം. അപ്പൊ മലയാളത്തിലെ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന മഹാകവിയാണ് ആര്? ചങ്ങമ്പുഴ. 1911 ഒക്ടോബർ 10 ഇടപ്പള്ളിയിൽ ജനിച്ചു. ബാഷ്പാഞ്ജലി, രമണൻ. അപ്പൊ ബാഷ്പാഞ്ജലിയിലത്തെ വരികളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. രമണിലത്തെ വരിയെ ഞാൻ പറഞ്ഞ കാനന ഛായയിലാടുമേക്കാൻ പറഞ്ഞു. സ്പന്ദിക്കുന്ന അസ്ഥിമാടം, സങ്കല്പകാന്തി, രക്തപുഷ്പങ്ങൾ തുടങ്ങിയ കൃതികൾ പ്രസിദ്ധങ്ങളാണ്. ലളിത കോമളമായ ശൈലിയിൽ എഴുതപ്പെട്ട അദ്ദേഹത്തിന്റെ കവിതകൾ സാധാരണക്കാർ പോലും ഇഷ്ടപ്പെടുന്നവയാണ്. 1948 ജൂൺ 17 അന്തരിച്ചു. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് പൂക്കാരി എന്ന കവിത ഒന്ന് വായിച്ചു നോക്കാം അല്ലെ? ആരു വാങ്ങുവിന്നാരു വാങ്ങുമിയാരാമത്തിന്റെ രോമാഞ്ചം, പച്ചപ്പുൽക്കൊടി തുഞ്ചിൽ തഞ്ചുന്ന കൊച്ചുമാണിക്യ കല്ലുകൾ, ഞാനറിഞ്ഞതില്ലെന്തു കൊണ്ടെന്നൻ മാനസം കവർന്നിലൊട്ടും, അല്ലെങ്കിൽ ചിത്തമെങ്ങതാകാന കല്ലോലത്തിലലിഞ്ഞല്ലോ, ഗാനമാലികെ വെൽഗ വെൽഗനി മാനസോല്ലാസദായികേ, ഇത്ര നാളും നുകർന്നതില്ല ഞാൻ ഇത്തരമൊരു പീയൂഷം, പിന്നെയുമത തെന്നയിലൂടെ വന്നിടുന്നുണ്ടെന്നാനന്ദം, ആരു വാങ്ങുമിന്നാരു വാങ്ങുമിയാരാമത്തിന്റെ രോമാഞ്ചം, നന്മലരായി വിരിഞ്ഞിട്ടില്ലാത്ത പൊന്മുകളമേ ധന്യനീ, തിന്മതൻ നിഴൽ തീണ്ടിടാതുള്ള നിർമ്മലത്വമേ ധന്യനീ, പുഞ്ചിരി കൊള്ളും വാസന്ത ശ്രീ പിഞ്ചു കൈയിലോതുന്നിയോ, മാനവന്മാർ നിൻ ചുറ്റുമായുടൻ മാലികയ്ക്കായി വന്നെത്തിടാം, ഉത്തമേ നിൻമുഖത്തു നോക്കുമ്പോൾ എത്ര ചിത്തം തുടിച്ചിടാം. ഇത്രയാണ് വരികളുള്ളത്
അല്ലേ? എന്താ പറയുന്നത്? പൂക്കാരി എന്ന കവിതയില് എന്താ ഇവിടെ പറയുന്ന നോക്കാം അല്ലെ? ആരു വാങ്ങുമീ ആരാമത്തിന്റെ രോമാഞ്ചം. ആരാമം എന്താണ് അർത്ഥം? ആരാമം പൂന്തോട്ടം, ഗാർഡൻ. ഓക്കെ, ഗാർഡൻ, പൂന്തോട്ടാണ് അല്ലെ? പൂന്തോട്ടം. ആരു വാങ്ങുമീ ആരാമത്തിന്റെ രോമാഞ്ചം. എന്താണ് രോമാഞ്ചം എന്ന് പറഞ്ഞ? എന്താ പറഞ്ഞോ എല്ലാവർക്കും രോമാഞ്ചം? ഓക്കെ, എന്താണ്? മനുഷ്യന് സന്തോഷം വർദ്ധിക്കുമ്പോൾ ആണ് രോമാഞ്ചം ഉണ്ടാകുന്നത് അല്ലെ? വല്ലാത്ത സന്തോഷം വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? രോമാഞ്ചം ഉണ്ടാവും. രോമം എഴുന്നേൽക്കുന്ന അവസ്ഥയാണ് രോമാഞ്ചം. ഓക്കെ, ശരിയാണത്. പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് പൂന്തോട്ടത്തിന്റെ എന്തായിട്ടാണ് പറയുന്നത്? രോമാഞ്ചമായിട്ടാണ് കവി ഇവിടെ സങ്കല്പിക്കുന്നത്. പൂക്കൾ ആരാമത്തിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് ആരാമത്തിന്റെ രോമാഞ്ചമായി കവി സങ്കല്പിക്കുന്നു. ആ രോമാഞ്ചം കോർത്തിണക്കിയ മാലയാണ് എന്ത്? പൂക്കാരിയുടെ കൊട്ടയിലും കടയിലും ഒക്കെ ഉള്ളത് അല്ലെ? ആരാമത്തിന്റെ രോമാഞ്ചം എന്ന് പറഞ്ഞാൽ പൂക്കൾ അല്ലെ? പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ പൂക്കൾ പറിച്ച് മാല കൊട്ടാണ് ആര്? പൂക്കാരി വിറ്റ് കാശാക്കുന്നത് അല്ലെ? അതാണ് കടയിലും കൊട്ടയിലും ഒക്കെ ഉള്ളത് പൂക്കാരിയുടെ. ഓക്കെ, അതാണ് പറഞ്ഞത്. ആരു വാങ്ങും, അതാര് വാങ്ങുന്ന? ആരു വാങ്ങുമീ ആരാമത്തിന്റെ രോമാഞ്ചം. ആരാമത്തിന്റെ രോമാഞ്ചം. അപ്പൊ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. അപ്പൊ പൂ പറിച്ചിട്ടാണ് മാല കോർക്കുന്നത്. അത് കൊട്ടയിലും കടയിലും ഒക്കെ ഉള്ളത്. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? പച്ചപ്പുൽക്കൊടി തുഞ്ചിൽ തഞ്ചുന്ന കൊച്ചുമാണിക്യ കല്ലുകൾ. പച്ചപ്പുൽക്കൊടി തുഞ്ചിൽ തഞ്ചുന്ന കൊച്ചുമാണിക്യ കല്ലുകൾ. ഇവിടെ എന്താ മാണിക്യക്കല്ലുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? മാണിക്യക്കല്ലുകൾ പ്രഭാതത്തിലെ മഞ്ഞുതുള്ളികളാണ് അല്ലേ? പ്രഭാതത്തിലെ മഞ്ഞുതുള്ളികളെയാണ് പച്ചപ്പുൽക്കൊടി തുഞ്ചിൽ തഞ്ചുന്ന കൊച്ചുമാണിക്യക്കല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പിന്നെ പച്ച എന്താണ് പുൽക്കൊടി തുഞ്ചിൽ തഞ്ചുന്ന കൊച്ചു മാണിക്യ കല്ലുകളാവാൻ കാരണം എന്തുകൊണ്ടാണെന്നറിയോ? മാണിക്യം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള കല്ല അറിയോ? നവരത്നങ്ങളിൽ ഒന്നാണ്. ഓക്കെ, മാണിക്യം അല്ലെ? അതില് ചുവന്ന കല്ലാണ് അല്ലെ മാണിക്യം. അപ്പോ ഈ മാണിക്യം എങ്ങനെയാണെന്നറിയോ? എങ്ങനെ ഈ പ്രഭാതത്തിലെ മഞ്ഞുതുള്ളികൾ ചുവന്ന കല്ലിനെ പോലെ തോന്നുന്നറിയോ? ഉദയസൂര്യന്റെ പ്രകാശം തട്ടുമ്പോൾ മഞ്ഞുതുള്ളികൾ എന്ത് ചെയ്യുന്നേ? ചുമപ്പ് നിറം കലരും അല്ലെ? ഉദയസൂര്യൻ, പ്രഭാതത്തിലെ സൂര്യൻ. അപ്പൊ മഞ്ഞുതുള്ളികള് ഈ മഞ്ഞുതുള്ളികളിൽ തട്ടുമ്പോ ചുവപ്പ് നിറം കലർന്നിട്ട് എന്തുണ്ടാവും? ചുവന്ന കല്ല് പോലെ തോന്നും അല്ലെ? അപ്പോൾ അത് എന്ത് ചെയ്യലും? മാണിക്യം പോലെ തോന്നും. അപ്പോ ചുവപ്പ് നിറമുള്ള രത്നമാണ് മാണിക്യം. നിങ്ങൾക്ക് അറിയാലോ മാണിക്യം. അപ്പൊ അതെന്ത് ചെയ്യും? പച്ച നിറത്തിലുള്ള പുൽക്കൊടി തഞ്ചിലേക്ക് വരുമ്പോ എന്ത് ചെയ്യും? അതിന് കുറച്ചുകൂടി ഭംഗിയേറും. അതാ പറഞ്ഞത് പച്ച പുൽക്കൊടി തുഞ്ചിൽ തഞ്ചുന്ന കൊച്ചു മാണിക്യ കല്ലുകൾ. ഇനി അടുത്ത ലൈനിൽ എന്താ പറഞ്ഞേ? ഞാനറിഞ്ഞതിൽ എന്തുകൊണ്ടെന്നൻ മാനസം കവർന്നീരൊട്ടും. ഞാനറിഞ്ഞതിൽ എന്തുകൊണ്ടെന്നൻ മാനസം കവർന്നീരൊട്ടും അല്ലേ? അപ്പോ ഈ പൂക്കള് പ്രഭാതത്തിലെ മഞ്ഞുതുള്ളികളില്, അതായത് ആരാമത്തില് മഞ്ഞുതുള്ളികളൊക്കെ വീണ് ചുവപ്പ് നിറമൊക്കെ കലർന്ന് പൂക്കളൊക്കെ പുഷ്പിച്ചു നിന്നിട്ട് അതാണ് ഇത് ഭംഗി കൂട്ടുന്നത് അല്ലെ? അപ്പൊ മാനസം മനസ്സാണ്. അല്ലെങ്കിൽ ചിത്തവും മനസ്സ്. ചിത്തമെങ്ങതാകാന കല്ലോലത്തിൽ അലിഞ്ഞല്ലോ. എന്താ പറഞ്ഞേ? ശബ്ദം എങ്ങനെയാ? അലകളായിട്ടാണ് സഞ്ചരിക്കുന്നത് അല്ലെ? ശബ്ദ തരംഗങ്ങളായിട്ട്. അപ്പോ മാല വേണോ എന്ന പൂക്കാരിയുടെ ശബ്ദം എങ്ങനെയാ? കവിയുടെ കാതിലേക്ക് ഇങ്ങനെ അലച്ചടിച്ചെത്തുമ്പോ എന്താ തോന്നുന്നേ? അലഞ്ഞി ഇല്ലാതാവുന്ന പോലെ അല്ലെ? അവൾ അടുത്ത് വരുന്തോറും പാട്ട് ഉച്ചത്തിലാവുന്നു. സമുദ്രതീരത്തേക്ക് അടുക്കുന്തോറും തിരയടിക്കുന്ന ശബ്ദം വർദ്ധിക്കുന്നത് പോലെ തോന്നുന്നു. നമ്മൾ എന്താ സമുദ്രത്തിന്റെ അടുത്തേക്ക് എത്തുമ്പം തിരകളുടെ ശബ്ദം നല്ലതുപോലെ കേൾക്കും. അതുപോലെ ഈ പൂക്കാരി അടുത്തടുത്തേക്ക് വരുമ്പം സൗണ്ട് കൂടി വരുന്നത് പോലെയാണ് കവി ഉദ്ദേശിക്കുന്നത് അല്ലെ? പിന്നെന്താ പറഞ്ഞേ? ഇത്ര നാളും നുകർന്നതില്ല ഞാൻ ഇത്തരമൊരു പീയൂഷം. എന്ത് ആതിര തലവേദനിക്കുന്നുണ്ടോ?
ഉണ്ട് അല്ലെ? അതിലൊക്കെ എന്തോ ഒരു അസ്വസ്ഥത തോന്നി. നേരത്തെ ചെറുതായിട്ട് തലവേദനിച്ചു. ശരി, എന്നിട്ടോ ലിവീനെ ലീവ് ചെയ്തോ, സമയം കഴിയാറായി നമ്മുടെ. അത്രേ ഉള്ളൂ. ടൈം ഇപ്പം 3:44 ആയതുള്ളൂ. കുറച്ച് സമയം കൂടി 8 മിനിറ്റ് ഉണ്ട്. 8 അല്ല 9 മിനിറ്റിനടുത്ത്. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് പഠിച്ചതിൽ കുറച്ച് ആരാമം പൂന്തോട്ടം, ചിത്തം മനസ്സ്, മാനസം മനസ്സ്, പീയൂഷം. എന്താ പീയൂഷം? അമൃത്. പീയൂഷം എന്ന് പറഞ്ഞാൽ എന്താ? അമൃത്. ഇത്ര നാളും നുകർന്നതില്ല ഞാൻ ഇത്തരമൊരു പീയൂഷം, പിന്നെയും അതാ തെന്നലിലൂടെ വന്നിടുന്നുണ്ടെന്നാനന്ദം. തെന്നൽ. എന്താ തെന്നൽ? ഇളന്തെന്നൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താണ് തെന്നൽ എന്ന് പറഞ്ഞാൽ? എന്താണ് തെന്നിപ്പോന്ന സ്ഥലം ഒന്നല്ല തെന്നൽ. എന്താ തെന്നൽ? ഇളം കാറ്റ്. നമ്മള് തൈത്തെന്നൽ പഠിച്ചിട്ട് ഇളം കാറ്റ്. അപ്പൊ തെന്നൽ എന്ന് പറഞ്ഞാൽ കാറ്റാണ് കേട്ടോ. തെന്നൽ കാറ്റ്, ഇളം കാറ്റ്, തെന്നൽ. ഓക്കെ, ഇനി എന്താ പറഞ്ഞേ? ആരു വാങ്ങും ഇന്ന് ആരു വാങ്ങും ഇനി ആരാമത്തിന്റെ രോമാഞ്ചം. അപ്പൊ പൂക്കാരി ആരു വാങ്ങും എന്നുള്ള പൂ വേണോ എന്നുള്ള ചോദ്യമാണ്. നന്മലരായി വിരിഞ്ഞിട്ടില്ലാത്ത പൊന്മുകുളമേ ധന്യനി. അല്ലേ? നന്മല, ചെറിയ പൂ വെക്കുന്ന ആളും എങ്ങനെയാ? സുന്ദരിയാണ് അല്ലേ? അതില് ചിത്തം കല്ലോലത്തിലലിയുന്നു, ശബ്ദമലകളായിട്ടാണ് അത് പറഞ്ഞു. അടുത്ത ഗാനമാലികയെ വെൽക, ഗാനമാകുന്ന മാലിക എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാ? മാനസോല്ലാസതായ, മനസ്സിന് ഉല്ലാസം പകരുന്ന ആര്? പൂക്കാരി പെൺകുട്ടി അല്ലെ? അവളും സുന്ദരിയാണ്. കാണുന്നവരുടെ മനസ്സിന് എന്ത് തോന്നും? ഉല്ലാസം തോന്നുന്ന ബാലിക തന്നെയാണല്ലേ? പിന്നെന്താ പറയുന്നത്? പൂമാലയും അത് പിടിച്ചിരിക്കുന്നവളും ഒരുപോലെ അഴകുള്ളവളാണ് അല്ലേ? അതുകൊണ്ട് തന്നെ അതിന് കുറച്ചുകൂടി പൂവിന് ഭംഗിയാവും. എന്തുകൊണ്ടാ? അത് വെക്കുന്ന ആൾക്കും ആവശ്യത്തിന് സൗന്ദര്യമുണ്ട് എന്നർത്ഥം. പിന്നെന്താ പറയുക? ചങ്ങമ്പുഴല്ലേ? ഏത്? ആ ചിത്രത്തെ കാണുന്നല്ലേ ഇത്? ചങ്ങമ്പുഴയുടെ പിക്ചർ കാണില്ലേ നിങ്ങൾ അവിടെ? ചങ്ങമ്പുഴനെ പറ്റി വിശദീകരിച്ചിട്ട് കേട്ടോ. പൂക്കാരി പെൺകുട്ടിയാണ് ഇപ്പുറം കാണുന്ന പിക്ചർ. ഓക്കെ, അപ്പൊ നന്മലരായി വിരിഞ്ഞിട്ടില്ലാത്ത പൊന്മുകുളമേ ധന്യനി. എന്താണ് പറഞ്ഞേ? ഭംഗിയേറിയ ഒരു പൂമൊട്ട് പോലെയാണ് ആര്? മാലവിൽപ്പനക്കാരി. വിരിഞ്ഞ പൂവ് യൗവനാവസ്ഥയെ സൂചിപ്പിക്കുന്നു. മൊട്ടാകട്ടെ, അപ്പൊ പൂമൊട്ട് എന്നാണ്? ബാല്യദശയാണ്. അപ്പൊ വിരിഞ്ഞ പൂവോ? യൗവനദശ. അപ്പൊ പെൺകുട്ടി നല്ല പ്രായമായിട്ട് നിൽക്കുന്ന ആ കുട്ടിയാണ് അല്ലെ? അതാണ് പറഞ്ഞത്. നന്മലരായി ഉണങ്ങിപ്പോയവര് വയസ്സായി വരും അല്ലേ? കവിയുടെ സങ്കല്പത്തില് പൂവിനെ ഒരുപാട് എന്തൊക്കെയാ പറഞ്ഞത്? മഞ്ഞുതുള്ളികൾ പ്രകാശം തട്ടുമ്പോ മാണിക്യം പോലെയാണെന്ന് പറഞ്ഞല്ലേ? കവികൾ അങ്ങനെയാണ്, ഒരുപാട് സങ്കല്പം ഉള്ളവരായിരിക്കും അല്ലെ? അധികം പേരും സങ്കല്പ ലോകത്തിൽ ജീവിക്കുന്നവരായിരിക്കും. കവികൾ എന്തെല്ലോ പറയുന്നുണ്ടാവും അല്ലെ? അപ്പൊ എന്താ പറഞ്ഞത്? പുഷ്പങ്ങളൊക്കെ മൊട്ടാണെങ്കിൽ അത് ബാല്യദശയെയും, അപ്പൊ വിരിഞ്ഞ് വരുന്നത് എങ്ങനെയാ? യൗവനാരംഭത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഭംഗിയേറിയ ഒരു പൂമൊട്ട് പോലെയാണ് ആര്? പൂമൊട്ടയാവുള്ളൂ, വിരിഞ്ഞില്ല. അപ്പൊ നല്ല ചെറുപ്രായമാണ് അല്ലെ? ആരും കണ്ടാലും കൊതിക്കുന്ന പ്രായം എന്നർത്ഥം. ഇപ്പൊ മാല വിൽപ്പനക്കാരി. അപ്പൊ വിരിഞ്ഞ പൂവ് എന്താണ്? യൗവനാവസ്ഥയെ സൂചിപ്പിക്കുന്നു. മൊട്ടാകട്ടെ ബാല്യദശയെ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ഇവിടെ വിശദീകരണം കൊടുക്കുന്നുണ്ട് കേട്ടോ, ബാക്ക് വശത്തുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു വൃത്തി നോക്കാം കേട്ടോ. അതിന് ബാക്കിൽ വിശദീകരണം കൊടുക്കുന്നു. നെക്സ്റ്റ് എന്താ പറയുന്നത്? നന്മലരായി വിരിഞ്ഞിട്ടില്ലാത്ത പൊന്മുകുളമേ ധന്യനി. തിന്മതൻ നിഴൽ തീണ്ടിടാതുള്ള നിർമ്മലത്വമേ ധന്യനി. തിന്മയുടെ നിഴല് പോലും തീണ്ടിട്ടില്ല, അതായത് പരിശുദ്ധിയാണ് അവള് അല്ലെ? അതുകൊണ്ട് നിർമ്മലത്വം, പരിശുദ്ധയായ എന്നർത്ഥം. പിന്നെന്താ? പുഞ്ചിരി കൊള്ളും വാസന്ത സ്ത്രീനിൻ പിഞ്ചു കയ്യിൽ ഒതുങ്ങിയോ. എന്താ പിന്നെ പറയുന്നേ? ജുവാനക്ക് ഇതൊക്കെ കേട്ടിട്ട് ചിരി വരും അല്ലെ? ജുവാന ഏകദേശം എങ്ങനെ പ്രായമൊക്കെ പറയുമ്പോ അല്ലെ?
തിന്മതൻ നിഴൽ തീണ്ടിടാനുള്ള നിർമ്മലത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? തിന്മതൻ ചീത്ത വിചാരങ്ങളൊന്നും ഇല്ലാതെ കടന്നെത്താത്ത മനസ്സാണ് ആരുടെ? ബാലികയുടേത്. പ്രായമെത്തിയവരിലാണല്ലോ ദുർവിചാരങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഈ കുട്ടികളൊക്കെ എങ്ങനെയായിരിക്കും? നിഷ്കളങ്കരായിരിക്കും അല്ലെ? അതാ പറയുന്നത്, ദുർവിചാരങ്ങളൊന്നും ഉണ്ടാവില്ല, നിർമ്മലായിരിക്കും അവരെ മനസ്സ്, അഴുക്കില്ലാത്ത അവസ്ഥ. കുട്ടികളില് കളങ്കമില്ല എന്നർത്ഥം അല്ലെ? നിങ്ങളൊക്കെ നല്ല പരിശുദ്ധരായിരിക്കും, നിങ്ങൾക്കൊന്നും കളങ്കം ഉണ്ടാവില്ല, നിഷ്കളങ്കരായിരിക്കും. പൂക്കാരി പുണ്യശാലിയായതുകൊണ്ടാണ് അവളെ കവി എന്ത് വിളിക്കുന്നത്? ധന്യ. ധന്യ എന്ന് 2 പ്രാവശ്യം സംബോധന ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവളെ ധന്യ എന്ന് വിളിക്കുന്നത്. ഇത് കണ്ടോ? നൽമരായി വിരിഞ്ഞിട്ടില്ലാത്ത പൊന്മുകുളമേ ധന്യനീ, തിന്മതൻ നിഴൽ തീണ്ടിടാതുള്ള നിർമ്മലത്വമേ ധന്യനീ, പുഞ്ചിരി കൊള്ളും വാസന്തശ്രീനിൻ പിഞ്ചു കയ്യിലൊതുങ്ങിയോ, മാനവന്മാർ നിൻ ചുറ്റുമായുടൻ മാലികയ്ക്കായി വന്നെത്തിടാം, ഉത്തമേ നിൻ മുഖത്തു നോക്കുമ്പോൾ എത്ര ചിത്തം പിടിച്ചിടാം. എന്താ പറയുന്നത്? വസന്തശോഭ മുഴുവൻ അവളുടെ കയ്യിൽ ഒതുങ്ങിയതായി പറഞ്ഞിരിക്കുന്നു അല്ലെ? പൂമാല എന്ന് പറയാതെ വാസന്ത ശ്രീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അസാധാരണമായി ഭംഗി സൂചിപ്പിക്കാൻ വേണ്ടി. അപ്പൊ സുഗന്ധവും ഉണ്ടല്ലോ ഈ പൂമാലയ്ക്ക്. പൂക്കൾക്കൊക്കെ എങ്ങനെയുണ്ടാവും? നല്ല സുഗന്ധം ഉണ്ടാവും. അപ്പൊ വസന്തകാലത്തിന്റെ പുഞ്ചിരിയാണ് ഇത് എന്നാണ് എന്ന് പറയുന്നത് കവി. കവി ഒരുപാട് വർണ്ണനയോടുകൂടിയാണ് ഈ പൂക്കാരിനെയും പൂവിനെ പറ്റിയും ഒക്കെ ആരാമത്തിനെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഇവിടെ എന്താണ് ജീവ ലൈറ്റ് ഓഫ് ആവും കെടുവൊക്കെ ചെയ്യുന്നത്? ഓക്കെ, ഒന്നുകൂടി അത് വായിക്കാം. ആരു വാങ്ങുമീ ആരാമത്തിന്റെ രോമാഞ്ചം, പച്ചപ്പുൽക്കൊടി തുഞ്ചിൽ തഞ്ചുന്ന കൊച്ചുമാണിക്യ കല്ലുകൾ, ഞാനറിഞ്ഞതിൽ എന്തുകൊണ്ടെന്നൻ മാനസം കവർന്നീലൊട്ടും, അല്ലെങ്കിൽ ചിത്തമെങ്ങതാ ഗാന കല്ലോലത്തിലലിഞ്ഞല്ലോ, ഗാനമാലികെ വെൽക വെൽക നീ. വെൽകുക ജയിക്കുക എന്നത്തെ, വെല്ലുക ജയിക്കുക. മാനസോല്ലാസദായികെ ഇത്ര നാളും നുകർന്നതില്ല ഞാൻ ഇത്തരമൊരു പീയൂഷം. പീയൂഷം അമൃത്. പിന്നെയും അതാ തെന്നലിലൂടെ വന്നിടുന്നുണ്ടെന്നാനന്ദം. ആരു വാങ്ങുമീ ആരാമത്തിന്റെ രോമാഞ്ചം, നന്മലരായി വിരിഞ്ഞിട്ടില്ലാത്ത പൊന്മുകുളമേ ധന്യനീ, തിന്മതൻ നിഴൽ തീണ്ടിടാതുള്ള നിർമ്മലത്വമേ ധന്യനീ, പുഞ്ചിരി കൊള്ളും വാസന്ത ശ്രീനിൻ പിഞ്ചു കയ്യിലൊതുങ്ങിയോ, മാനവന്മാർ നിൻ ചുറ്റുമായുടൻ മാലികയ്ക്കായി വന്നെത്തിടാം, ഉത്തമേ നിൻ മുഖത്തു നോക്കുമ്പോൾ എത്ര ചിത്തം തുടിച്ചിടാം. ഇത്രയാണ് വരികളില്. ആരാ ഒന്ന് പാടുന്നത്? ഡെൽവിൻ വെറുതെ വായിച്ചാ മതി. നല്ല രീതിയിൽ പാടാൻ പറ്റുമെന്ന് പാടിക്കോ. 1 മിനിറ്റേ ഉള്ളൂ കേട്ടോ, കട്ടാവാൻ സാധ്യതയുണ്ടേ ക്ലാസ്. ആരു വാങ്ങുമീ ആരാമത്തിന്റെ രോമാഞ്ചം, പച്ചപ്പുൽക്കൊടി തഞ്ചുന്ന കൊച്ചുമാണിക്യ കല്ലുകൾ, ഞാനറിഞ്ഞതില്ലെന്തുകൊണ്ടെന്നൻ മാനസം കവർന്നില്ലുട്ടും, അല്ലെങ്കിൽ ചിത്തമെങ്ങതാ ഗാന കല്ലോലത്തിലലിഞ്ഞല്ലോ, ഗാനമാലികെ വെൽക വെൽക നീ. മാനസോല്ലാസദായികെ ഇത്ര നാളും നുകർന്നതില്ല ഞാൻ നിത്തരമൊരു പീയൂഷം.